ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുകയാണ് ബീഹാർ സർക്കാർ. ഏത് വിധേനയും അടുത്ത തവണ അധികാരത്തിലെത്തുവാൻ നിതീഷ് കുമാർ കിണഞ്ഞു പരിശ്രമിക്കും. അതിനുവേണ്ട എല്ലാ പിന്തുണയും നരേന്ദ്രമോദി ഉൾപ്പെടുന്ന NDA മുന്നണി നൽകുകയും ചെയ്യും. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കൽ, 4 പാത നിർമ്മാണം ഉൾപ്പെടെ 6014 കോടി രൂപയുടെ പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. വിവിധങ്ങളായ പദ്ധതികളിലൂടെ ബീഹാറിലെ സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയാണ് നിതീഷ് കുമാറിന്റെ ലക്ഷ്യം. അതിനായി പട്ന മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം മുൻനിർത്തിയാണ് നിതീഷ് കുമാറിന്റെ പ്രവർത്തനവും. മെട്രോയുടെ ഉദ്ഘാടനം ഒരുപക്ഷെ വൈകുന്നത് പോലും തെരഞ്ഞെടുപ്പിലെ പ്രചരണ ആയുധമാക്കുന്നതിന് വേണ്ടിയാകാം. ബീഹാറിലെ സ്ത്രീകളുടെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ പദ്ധതി ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനം സൃഷ്ടിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷം. കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് സ്വയം തൊഴിൽ തുടങ്ങാനായി 10,000 രൂപ നേരിട്ട് ലഭിക്കുന്നതാണ് പദ്ധതി. 75 ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ 10,000 രൂപ വീതം ലഭിക്കും. 7,500 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. സ്വയം തൊഴിൽ വിജയിച്ചാൽ പിന്നീടുള്ള ഘട്ടങ്ങളിൽ 2 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. സ്വയം തൊഴിലിലൂടെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് പദ്ധതി എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ അവസരമൊരുക്കി അതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹിക ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ചെറുകിട സംരംഭങ്ങൾക്കായി ഈ സാമ്പത്തിക സഹായം ഉപയോഗിക്കാം. കൃഷി, മൃഗസംരക്ഷണം, കരകൗശല വസ്തുക്കൾ, തയ്യൽ, നെയ്ത്ത് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സ്വാശ്രയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺസ് ആവശ്യമായ പരിശീലനവും നൽകും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് അവസരമൊരുക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. അതേസമയം ബീഹാറിലെ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുത്ത് ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് BJP. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ബീഹാറിലെ പ്രധാന ചുമതല. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയ്ക്കും കേന്ദ്രമന്ത്രിയും ഗുജറാത്ത് BJP അധ്യക്ഷനുമായ CR പാട്ടീലിനും സഹചുമതലകൾ നൽകിയിട്ടുണ്ട്. ബീഹാറിനൊപ്പം പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനും BJP ചുമതല നൽകി. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ചുമതല കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനാണ് നൽകിയിരിക്കുന്നത്. ത്രിപുര മുൻ മുഖ്യമന്ത്രി വിപ്ലവ് കുമാർ ദേവിനും ചുമതല നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ബൈജയന്ത് പാണ്ഡെയ്ക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇൻചാർജ് ആയിരുന്നു ബൈജയന്ത് പാണ്ഡെ. കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ മഹോളിന് കോ ഇൻചാർജ് ചുമതലയും നൽകിയിട്ടുണ്ട്. വോട്ടധികാർ യാത്രയുടെ അലയൊലികൾ ബീഹാർ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചാൽ അത് BJPക്കും നിതീഷ് കുമാറിനും കാര്യങ്ങൾ എളുപ്പമാക്കില്ല. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും BJPക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോഴും ആശങ്കകളുണ്ട്. രാജ്യം ഭരിക്കുന്നെങ്കിലും BJPക്ക് നിലവിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഈ സാഹചര്യമാണ് ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. ബീഹാർ ഫലം തിരിച്ചടിയായാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കാം. ഈ സാധ്യതയാണ് മോദിയും രാഹുലും ബീഹാറിൽ എത്തുന്നതിന്റെ രഹസ്യം. മുൻപ് BJP കാര്യമായി പരിഗണന നൽകിയിട്ടില്ലാത്ത NDA സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് കേന്ദ്രഭരണം മുന്നോട്ട് നീങ്ങുന്നത്. BJPക്ക് 240 സീറ്റാണുള്ളത്. ഭൂരിപക്ഷത്തിന് 31 സീറ്റിന്റെ കുറവ്. NDA മുന്നണിയിലെ കക്ഷികൾ നൽകുന്നത് 52 സീറ്റുകളുടെ പിന്തുണയാണ്. ഭൂരിപക്ഷത്തിന് വേണ്ടതിന്റെ 20 സീറ്റ് കൂടി സർക്കാരിനുണ്ട്. ഇതിൽ 18 പേർ ബീഹാറിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അതീവ നിർണായകം തന്നെയാണ്.